ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ നടൻ അമിതാഭ് ബച്ചനായിരുന്നു ഇന്നലെ വരെ. ഇപ്പോൾ മമ്മൂട്ടിയും അതിന് ഒപ്പം തന്നെ എത്തിയിരിക്കുകയാണ്. അമിതാഭ് ബച്ചന് 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ അതിൽ തഴയപ്പെട്ടത് വേറെ ആരുമായിരുന്നില്ല, 4 മലയാളികൾ തന്നെയായിരുന്നു. നമുക്കറിയാം, പലപ്പോഴും ദേശീയ പുരസ്കാരം അവിടെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല ലോബി കളികളും, നോർത്ത് ഇന്ത്യൻ ലോബിയും സൗത്ത് ഇന്ത്യൻ ലോബിയുടെയും ഒക്കെ അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ കഴിയുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരിതമാണ് എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ കാണാനും കഴിയുന്നു. എന്താണെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, അമിതാഭ് ബച്ചന് 4 ദേശീയ അവാർഡുകൾ എപ്പോൾ ലഭിച്ചു, അതിനകത്തിൽ ആരൊക്കെയായിരുന്നു എതിരാളികൾ? എന്താണെങ്കിലും നമ്മളൊന്ന് അത് തുലനം ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ബോധ്യമാകും, അമിതാഭ് ബച്ചനേക്കാളും ഏറെ ഒരു പടിയല്ല 1000 പടി മുകളിൽ നിൽക്കുന്നത് മലയാളി നടന്മാരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടന്നു വരാം. അതിന് മുന്നോടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. 1991 മികച്ച നടനുള്ള ആദ്യ അവാർഡ് നേരെ അമിതാഭ് ബച്ചൻ്റെ കരങ്ങളിലേക്ക് എത്തുന്നത് അഗ്നിപഥ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നത്. ഒപ്പം തൊട്ടു പിന്നാലെ അതിനോടൊപ്പം കോമ്പീറ്റ് ചെയ്ത ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്കിതിൻ്റെ തമാശ നമുക്ക് മനസ്സിലാവുന്നത്. അത് മലയാളത്തിൻ്റെ ഏറ്റവും മഹാനടൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തിലകനായിരുന്നു അന്ന് കോമ്പറ്റീഷനിൽ കൊടി പിടിച്ച് നിന്നിരുന്ന ആൾ. പെരുന്തച്ചൻ എന്ന ചിത്രത്തിലൂടെ ആ സിനിമ കണ്ടവർക്കറിയാം, അഗ്നിപഥ് കണ്ടവർക്കറിയാം പെരുന്തച്ചനിലെ പ്രകടനത്തിൻ്റെ എത്രത്തോളം അഗ്നിപഥിലെ പ്രകടനം എത്തും എന്നുള്ളത്. അന്ന് പറഞ്ഞത് അമിതാഭ് ബച്ചൻ അഭിനയം നിർത്തുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്നുള്ള അന്ന് കേട്ടുകേൾവിയാണ്. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അത് തീർച്ചയായും അർഹിക്കുന്ന കരങ്ങളിലേക്കല്ല എത്തിയത് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കുന്നു. അമിതാഭ് ബച്ചൻ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അതിനു മുമ്പിൽ, അതായത് പെരുന്തച്ചന് മുന്നിൽ അതൊന്നുമായിരുന്നില്ല എന്ന് നമുക്കറിയാം. പിന്നീട് 2006 ബ്ലാക്ക് എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ്, 2ാമത് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അവിടെ മത്സരിക്കാനെത്തിയത് വേറെ ചിത്രങ്ങളൊന്നുമായിരുന്നില്ല, അതിഗംഭീരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള പ്രകടനമായിരുന്നു മോഹൻലാലിൽ നിന്നുണ്ടായിരുന്നത്. ഒരു പക്ഷേ വേറെ ഒരു നടനും കാഴ്ചവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള പൂർണ്ണതയുള്ള അഭിനയമായിരുന്നു തന്മാത്രയിൽ മോഹൻലാൽ ചെയ്തിരുന്നത്. അതിന് പൂർണ്ണമായും ദേശീയ പുരസ്കാരം ലഭിക്കാൻ വേറെ ഏത് സിനിമ ആ ഒരു ടൈമിലുണ്ടെങ്കിലും നമുക്ക് ഉറപ്പിക്കാം അത് അദ്ദേഹത്തിന് തന്നെ ലഭിക്കുമെന്നുള്ളത്. അവിടെയും തഴയപ്പെട്ടത് മലയാളത്തിൻ്റെ ഇന്ത്യയുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലായിരുന്നു എന്നുള്ളതാണ്. ബ്ലാക്ക് എന്ന ചിത്രം കണ്ടപ്പോൾ അതും നല്ലതാണ്, മോശമെന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ തന്മാത്രയുടെ മുമ്പിൽ എന്ത് ബ്ലാക്ക് എന്നുള്ള ചോദ്യമാണ് നമുക്ക് വരുന്നത്. പിന്നീട് 2010 പാ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനും മികച്ച ഫീച്ചർ ഫിലിമിനുമൊക്കെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനുമൊക്കെയുള്ള അവാർഡ്, ദേശീയ അവാർഡ് അമിതാഭ് ബച്ചൻ നേടുമ്പോൾ ഇപ്പുറത്ത് മത്സരിക്കാനുണ്ടായിരുന്നത് നമ്മളുടെ ഏവരുടെയും ഏറ്റവും വലിയ നടൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടനായ മമ്മൂട്ടി തന്നെയായിരുന്നു. അവിടെ മമ്മൂട്ടിയുടെ ഒരു പടമായിരുന്നില്ല, 3ഓളം പടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 3അല്ല 4ഓളം പടങ്ങളെന്ന് തന്നെ പറയാം. അതിനകത്തിൽ 10 പടങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിനിമയിലെ ഒരു ചെറിയ സിനിമ, അതുകൊണ്ട് അതിനെയൊന്ന് മാറ്റി നിർത്തും. അത് അതിഗംഭീരമായ പ്രകടനം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് എടുത്തു പറയാനുള്ള, പായോട് മത്സരിച്ചത് പഴശ്ശിരാജയും ലൗഡ് സ്പീക്കറും പാലേരി മാണിക്യവുമായിരുന്നു. ഈ 3 ചിത്രങ്ങളിലെ പ്രകടനം നോക്കിയാൽ വേറെ ഏത് ചിത്രത്തിന്, ഈ 3 സിനിമകൾ തന്നെയായിരുന്നു മത്സരിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂട്ടിക്ക് ഏത് സിനിമയ്ക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കാനായിട്ടുള്ളത്. അവിടെയാണ് അതിനെ തഴഞ്ഞ് നിരാശാജനകമായി വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു മലയാള സിനിമയെ, മലയാളിയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള 3ാം തവണത്തെ പ്രകടനമായിരുന്നു അത്. 4ാമത് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് 2016 പിക്കു എന്നുള്ള ചിത്രമാണ്. അതിന് മത്സരിക്കാനുണ്ടായിരുന്ന പത്തേമാരി എന്നുള്ളതാണ്. പത്തേമാരിയും പിക്കുവും ഒക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ 3 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പത്തേമാരിയും പിക്കുവും ഒക്കെ ഇച്ചിരി കൂടെ താഴെ നിൽക്കുന്ന ഇപ്പം മമ്മൂട്ടിയുടെ ആണെങ്കിലും അമിതാഭ് ബച്ചൻ്റെ ആണെങ്കിലും ആ റേഞ്ചിൽ ഈ 3 സിനിമകളെ നമ്മൾ വാഴ്ത്തിയ റേഞ്ചിലേക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പിക്കു എന്ന ആ ഒരു സിനിമ വെച്ച് നോക്കുമ്പോൾ പത്തേമാരി അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് മമ്മൂട്ടിയിൽ നിന്ന് വന്നത്. അങ്ങനെ 4 തവണയും തഴയപ്പെട്ടത് മലയാളികൾ തന്നെയായിരുന്നു. അവിടെ നമുക്ക് സ്പഷ്ടമാകുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ എന്ന വ്യത്യാസമൊന്നുമില്ല, മലയാളി എന്നുള്ള ഒറ്റ തൂലികയിൽ തന്നെ ചവിട്ടിത്താഴ്ത്തുന്നതാണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ, വേൾഡ് സിനിമയിൽ എടുത്താൽ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാർ ആരെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവുമില്ല, മമ്മൂട്ടിയും മോഹൻലാലും എന്നുള്ള 3ാമതൊരാൾ ഇതിനിടയിലേക്ക് നമുക്ക് വലിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിലും വലിയ നടന്മാരെന്നൊക്കെ പറഞ്ഞ കമലഹാസനും ബാക്കിയുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് പറയാം,
ഇവരുടെ ഒപ്പം നിൽക്കാൻ ആ കമലഹാസൻ പോലുമില്ല. കമലഹാസനൊക്കെ നിഴലായി മാറിയ കാലങ്ങൾ കഴിയുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാർ എന്നുള്ളത്. ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും ഏതുറക്കത്തിൽ ആരോട് ചോദിച്ചാലും അവർക്കറിയാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാം, ഇങ്ങനെ ലോബി കളികളും കാര്യങ്ങളുമൊക്കെ വന്ന് പലപ്പോഴായി കഴിഞ്ഞ പ്രാവശ്യം പുഷ്പയ്ക്ക് അവാർഡ് ലഭിച്ചു. അതിനുശേഷം ഷാരൂഖ് ഖാൻ അവാർഡുകൾ അല്ലെങ്കിൽ അവാർഡ് ലഭിച്ചു മികച്ച നടനുള്ള. ഇതെല്ലാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു കാര്യം, ദേശീയ പുരസ്കാരം എന്ന ആ ഒരു ചടങ്ങിൻ്റെ എത്രത്തോളം തരം താഴ്ന്നു പോയിരുന്നു എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും 4ാം തവണ മമ്മൂട്ടിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ദേശീയ പുരസ്കാരത്തിന് മാറ്റ് കൂടുന്ന കാഴ്ചയാണ്. അത് മമ്മൂട്ടിക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമല്ല, അത് കൊടുമൺപൊറ്റി എന്ന അത്യുജ്വലമായ ഏതിനും മുകളിൽ വെക്കാവുന്ന ഈ പറഞ്ഞ സിനിമകൾ, നമ്മൾ ഈ 4ഓളം സിനിമകൾ അല്ലെങ്കിൽ 7ഓളം സിനിമകളെ മലയാളത്തിൻ്റെ തന്നെ പറഞ്ഞു, അതിൻ്റെയൊക്കെ മുകളിൽ വെക്കാവുന്ന പ്രകടനവും അതിൻ്റെ ഒക്കെ മുകളിൽ വെക്കാവുന്ന ഒരു ചിത്രവും ആണ് എന്നുള്ളത് പൂർണ്ണമായും നമുക്കറിയാം. ഒരു ഓസ്കാർ വേദിയിൽ പോയി അമ്മാതിരി ആളുകളെ കയ്യടിപ്പിക്കണമെങ്കിൽ, ആളുകളെ ചിന്തിപ്പിക്കണമെങ്കിൽ, ആളുകളെ കോരിത്തിരിപ്പിക്കണമെങ്കിൽ കേരളം എന്ന കുഞ്ഞ് സംസ്ഥാനത്തിൽ നിന്ന് അത് ലോകത്തിൻ്റെ അങ്ങേ അറ്റത്ത് ചെന്നിട്ട് മമ്മൂട്ടി എന്ന ആ ഒരു നടൻ അവിടെ എത്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടനായ മമ്മൂട്ടിക്ക് ഈ ഒരു ദേശീയ പുരസ്കാരം അർഹിക്കുന്നതാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തുടർച്ചയായി, കഴിഞ്ഞ 3-4 വർഷങ്ങളായി തുടർച്ചയായി അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കേണ്ടത് തന്നെയാണ്. തഴയപ്പെടലിൻ്റെ മാക്സിമം നൽകുന്നു മലയാളിക്ക്. അതിനിടയിലൊക്കെ എപ്പോഴോ ആർക്കൊക്കെയോ അല്ലെങ്കിൽ ചെറിയ 1-2 തവണ അവാർഡുകൾ കൊടുത്ത് ആ ഒരു സൈക്കിൾ അവിടെ തീർക്കുന്ന കാഴ്ച. എന്താണേലും മമ്മൂട്ടി, മോഹൻലാൽ ഈ 2 നടന്മാരെ വെച്ച് നോക്കുമ്പോൾ അവരഭിനയിച്ചിരിക്കുന്ന സാധാരണ കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ എടുത്താൽ പോലും നമുക്ക് പറയാം, ഇന്ന് ഈ പറഞ്ഞ ജൂറി സെലക്ട് ചെയ്യുന്ന ഗംഭീരം എന്ന് പറയുന്ന ചിത്രങ്ങളുടെ മുകളിലായിരിക്കും ഇവരുടെ പ്രകടനം എന്നുള്ളത്. അത് മലയാളി ആയതുകൊണ്ടുള്ള അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഏത് മനുഷ്യനും സിനിമ ഇഷ്ടപ്പെടുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഓരോ വ്യക്തിക്കും അറിയാവുന്നതാണ്. പേരൻപ് പോലെയുള്ള ഒരു സിനിമയെ തരം താഴ്ത്തിയത് ഒരു മലയാളി തന്നെയാണ്. അത് മേജർ രവി എന്ന ആ ഒരു ജൂറി മെമ്പർ പറഞ്ഞ കഥ, അതൊരു സ്ലോ പേസിൽ പോയ ചിത്രമാണ്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നില്ല. എന്ത് നിരാശാജനകം! എത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. അങ്ങനെയെങ്കിൽ പുതിയൊരു ചരിത്രം കൂടി എഴുതിയേനെ. മലയാളവും കടന്ന് ഇംഗ്ലീഷും കടന്ന് മറ്റൊരു ഭാഷയായ തമിഴിലും ദേശീയ പുരസ്കാരം നേടുന്ന നടനായി മമ്മൂട്ടി മാറുമായിരുന്നു. അവിടെ മമ്മൂട്ടി എന്ന വ്യക്തിയെ കാണാതെ മലയാളം എന്ന ദേശത്തെ ചിന്തിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു വൃത്തികേട് ചെയ്യില്ലായിരുന്നു എന്നുള്ളത് നമുക്കുറപ്പിക്കാം. കാരണം ഓരോ വ്യക്തിക്കും അവൻ്റെ ദേശം വലുത് തന്നെയാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അതിനിടയിൽ ഒരു മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലും കൂടുതലാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ആ ഒരു ആത്മാഭിമാനവും ആത്മസ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ദേശത്തോടുള്ള സ്നേഹവുമൊക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദേശീയ പുരസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. വീണ്ടും 2027 ഇതാ മമ്മൂട്ടി തന്നെ ദേശീയ പുരസ്കാരം നേടുമെന്നുള്ളത്. ഇക്കുറി അല്ലെങ്കിൽ ഇക്കണ്ട കാലം ഇത്രയും ഓരോ നടന്മാരെയും ചവിട്ടി വെച്ചിരുന്നത് ഒരുപക്ഷെ അമിതാഭ് ബച്ചൻ്റെ മുകളിലേക്ക് പോകാതിരിക്കാനായിരിക്കാം എന്നുള്ളത് സാധാരണ നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ്. അതിനിടയിൽ കണ്ണിൽ പൊടിയിടാനെന്ന പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ BJP എന്ന പാർട്ടി ഭരിക്കുന്നത് കൊണ്ടാണ് മമ്മൂട്ടിക്ക് കിട്ടാത്തത് എന്നൊരു പേരും ഇന്ന് നമ്മൾ കാണുന്നു. മമ്മൂട്ടിക്ക് ലഭിച്ച അവാർഡുകളെല്ലാം തന്നെ അത് എല്ലാം അങ്ങനെയുള്ള വാദങ്ങൾ പൊളിച്ചെടുക്കുക തന്നെയാണ്. ഏറെയും മുന്നേ കിട്ടേണ്ട അവാർഡുകളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ